ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസുമായിട്ടാണ് വന്നിരിക്കുന്നത്. schezwan നൂഡിൽസ്. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഹക്ക നൂഡിൽസ്, നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ച ഇറച്ചി ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. 1.5-2 ലിറ്റർ അടുപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. നൂഡിൽസ് എടുക്കുന്നതനുസരിച്ച് ഇടുക. കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ടത് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. ആ ഒരു ടേസ്റ്റിനനുസരിച്ച് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചിടാം. എന്നിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കണം. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ. എന്നിട്ട് വെള്ളം നമുക്ക് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ നൂഡിൽസ് അതിലേക്ക് ഇടുക. തീ കൂട്ടി വയ്ക്കുക. നൂഡിൽസ് മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്ക് അതൊരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് താഴോട്ട് കൊണ്ടുപോവുക. അതൊന്ന് സോഫ്റ്റായി വരുമ്പം താഴോട്ട് തനിയെ പൊയ്ക്കോളും. എന്നിട്ടത് വേവിക്കാൻ വയ്ക്കുക. ഓരോ നൂഡിൽസും ഓരോ വേവാണ്. അതിൻ്റെ കവറിന് പുറത്ത് കാണും നമുക്ക് എത്ര മിനിറ്റ് അത് വേവുമെന്നുള്ളത്. അത് നോക്കിയിട്ട് അതനുസരിച്ച് വേവിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വെന്തോന്ന് നോക്കി അങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ സോഫ്റ്റ് ആകും. അപ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടൊന്ന് തണുത്തിട്ട്, ഒരുപാട് തണുക്കണ്ട, കുറച്ചൊന്ന് കയ്യിൽ പിടിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നെറ്റിൽ ഒരു അരിപ്പയിലോട്ട് ഇടുക. അരിപ്പയിലോട്ടിട്ട് കുറച്ച് പച്ചവെള്ളം അതിൻ്റെ പുറത്തൂടെ ഒഴിക്കണം. പെട്ടെന്ന് ഒന്ന് റെഡിയായി കിട്ടും, തണുത്തും കിട്ടും. അപ്പോൾ അത് റെഡിയായി. ഇനി അതിൻ്റെ പുറത്തൊരു ശകലം എണ്ണ തൂകിയിട്ട് ഇതുപോലെ കുടഞ്ഞു വയ്ക്കുക. ഇനി നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി ആദ്യമായിട്ട് മൂപ്പിക്കണ്ട. ഇങ്ങനെ ഒന്ന് അതിൻ്റെ മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം.
ഉപകരണങ്ങൾ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കണം ഏതാണ് നമ്മുടെ കൈവശം. എനിക്കിപ്പോൾ ഇതും പിന്നെ നമുക്ക് ഫോർക്ക് കൊണ്ടും ചെയ്യാം. ഇതിപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് ഫോർക്ക് പറ്റില്ല. പിന്നെ ഇതിങ്ങനെ നമുക്ക് എടുത്തിങ്ങനെ കുടഞ്ഞെടുക്കാം. ഇതിപ്പോൾ ചെറിയ ഒരു പാത്രം ആയതുകൊണ്ട് കൂടുതലുണ്ട്. വിസ്താരമുള്ള പാത്രമാണെങ്കിൽ കുടഞ്ഞെടുക്കാൻ എളുപ്പമാണ്. കുടഞ്ഞ് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഷെസ്വാൻ നൂഡിൽസ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കുക, കമൻ്റ് ഇടുക. താങ്ക്സ്.